ഭൂമി നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ മൂന്നാമത്തെ ഗ്രഹമായും മനുഷ്യർ ഉൾപ്പെടെ നിരവധി ജീവജാലങ്ങളുടെ ഉറവിടമായും സ്ഥിതി ചെയ്യുന്നു. ഭൂമി വളരെ വലിയതെന്നത് നാം എല്ലാവർക്കും അറിയാം. എന്നാൽ ഭൂമിയുടെ യഥാർത്ഥ വലിപ്പം ഏകദേശം 7900 മൈലുകളാണ്. നാം ജീവിക്കുന്നത് മുഴുവനും ഭൂമിയുടെ ഉപരിതലത്തിലാണ്. ഭൂമിയുടെ അന്തരീക്ഷം ജീവജാലങ്ങൾ ജീവിക്കാൻ ഉചിതമായ രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ നടുഭാഗം വളരെയധികം ബലമുള്ളതാണ്. അതുമാത്രമല്ല, ഭൂമിയുടെ മധ്യയിലേക്ക് പോകുന്തോറും താപനില വളരെ അധികമായിരിക്കും. ഭൂമിയിൽ ഓരോ സെക്കൻഡിനും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏകദേശം 2000 ഇടികൾ രൂപീകരിക്കും. അതിൽ നിന്നും ഏകദേശം 50 മിന്നലുകളും ഉണ്ടാകും. ഏകദേശം 2.3 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഗ്രേറ്റ് ഓഫ് ഓക്സിഡേഷൻ എന്നൊരു പ്രക്രിയയിലൂടെയാണ് ഭൂമിയിൽ ഓക്സിജൻ രൂപീകരിച്ചത്. അത്തരത്തിൽ ഭൂമിയിൽ ഓക്സിജൻ രൂപീകരിക്കുവാൻ പ്രധാന കാരണമായത് സയനോബാക്ടീരിയ എന്ന സൂക്ഷ്മജീവികളാണ്. ഭൂമി രൂപീകരിക്കുവാൻ പ്രധാന കാരണമായത് അന്തരീക്ഷത്തിലെ പൊടിയും കാറ്റും ചൂടും തന്നെയാണ്. ഗ്രാഫൈറ്റ് കാർബൺ ഡേറ്റിംഗ് പരിശോധനയിലൂടെ ഭൂമി 4.2 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് രൂപീകരിച്ചതായും അത് സത്യമാണെങ്കിൽ ചന്ദ്രന് മുൻപേ തന്നെ ഭൂമി രൂപീകരിച്ചിട്ടുണ്ടാകുമെന്നും പറയപ്പെടുന്നു. ഭൂമി രൂപീകരിച്ച അടുത്ത 1 ബില്യൺ വർഷത്തിൽ ജീവജാലങ്ങളും രൂപീകരിക്കുവാൻ ആരംഭിച്ചു. ഭൂമി ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തുടക്കകാലങ്ങളിൽ നമ്മുടെ ഭൂമി ഇപ്പോഴുള്ളതിനേക്കാൾ വെറും 80% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭൂമിയിൽ ജീവജാലങ്ങൾ ജീവിക്കുവാൻ ഭൂമിയുടെ ഭ്രമണം വളരെയധികം പ്രധാനമാണ്. എന്നാൽ ഭൂമിയുടെ ചുറ്റുന്ന വേഗം ഇപ്പോൾ കുറഞ്ഞു വരുന്നതായി ഗവേഷകർ പറയുന്നുണ്ട്. അങ്ങനെ ഭൂമി ചുറ്റുന്ന വേഗം കുറയുന്നതുകൊണ്ട് ഒരു ദിവസം പൂർത്തിയാകണമെങ്കിൽ 24 മണിക്കൂറിൽ കൂടുതൽ വേണം. അങ്ങനെ ഒരു ദിവസത്തെ സമയം 24 മണിക്കൂറിൽ നിന്നും 25 മണിക്കൂറുകളാകുവാൻ ഇനിയും 140 മില്യൺ വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് ഗവേഷകർ പറയുന്നത്. നമ്മുടെ ഭൂമി സ്വയമായി തന്നെ ഗാന്ധിക ശക്തിയെ രൂപീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭൂമിയുടെ നടുഭാഗം മുഴുവനും നിക്കലും അയനുമാണ് നിറഞ്ഞിരിക്കുന്നത്. ഭൂമിയെ മുഴുവനും താങ്ങി നിർത്തുന്നതും ഭൂമിക്ക് ഗാന്ധിക ശക്തി നൽകുന്നതും ഈ നടുഭാഗം തന്നെയാണ്. ഭൂമിയിലെ വായുമണ്ഡലത്തിൽ നിന്നും 65 മൈലുകൾ അകലെ V2 എന്ന റോക്കറ്റാണ് 1946 ഭൂമിയുടെ ആദ്യത്തെ ചിത്രത്തെ പകർത്തിയത്. അതുപോലെ തന്നെ 1967 ഭൂമിയുടെ മുഴുവൻ ചിത്രത്തെയും ഡൂഡ്ജി എന്ന സാറ്റലൈറ്റ് ആണ് ആദ്യമായി പകർത്തിയത്. സമുദ്രത്തിൽ നിന്നുമാണ് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ സമുദ്രങ്ങളിലെ മുഴുവൻ ഉപ്പും കൊണ്ട് ഭൂമിയുടെ നിലപ്രദേശങ്ങളെ മുഴുവനും ഏകദേശം 500 അടി വരെ നിറയ്ക്കാൻ കഴിയും. ഭൂമിക്ക് ആവശ്യമുള്ള ചൂട് മുഴുവനും നൽകുന്നത് സൂര്യൻ എന്നാണ് നാം എല്ലാവരും കരുതുന്നത്. എന്നാൽ ഭൂമിയുടെ മധ്യഭാഗത്തിന് സൂര്യന്റെ ഉപരിതലത്തെ താപനിലയെ പോലെ 5000 മുതൽ 7000 ഡിഗ്രി സെൽഷ്യസ് വരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സൂര്യൻ ഇല്ലെങ്കിലും 1000 വർഷങ്ങൾക്കും അധികമായി ഭൂമിയിൽ ജീവജാലങ്ങൾ ജീവിക്കാൻ കഴിയും. ഈ ന്യൂസ് നിങ്ങളേവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.